Hello friends, let's read today's story, King Bruce and Spider. In a faraway kingdom in Scotland ruled a king named Robert Bruce. But King Robert was unhappy to see his kingdom fall. In one battle, King Robert got separated from his soldiers. He went and laid in a cave. He laid up his head on a rock and looked up. There was a spider that was trying to make a web. It kept falling many times as it tried to climb up the wall. But it did not stop. The spider continued to climb up. After trying the 8th time, the spider succeeded. Surprised at the little spider's effort, the king thought to himself, "If this little creature did not give up, why should I?" With that thought, the king went back. He was full of courage. For sure, this time the king won. The moral of the story: try until you succeed. So, ഈ ഒരു കഥ ഭയങ്കരമായിട്ട് നമുക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥയാണ്, മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കഥയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു എയിം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അത് നേടാനായിട്ട് നമ്മൾ പരമാവധി എന്താണ് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കഥ കിങ് ബ്രൂസ് ആൻഡ് സ്പൈഡർ. ഇത് വളരെയധികം മോട്ടിവേഷൻ തരുന്ന ഒരു കഥയാണ്, ചെറിയൊരു കഥയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു കഥ നടക്കുന്നത് സ്കോട്ട്ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ രാജാവായ റോബർട്ട് ബ്രൂസിൻ്റെ കഥയാണ് പറയുന്നത്. റോബർട്ട് ബ്രൂസ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ രാജ്യം രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു വിഷമത്തിലാണ് റോബർട്ട് ബ്രൂസ് നിന്നിരുന്നത്. അപ്പോൾ എല്ലാവരിൽ നിന്നും ഒന്ന് മാറി നിൽക്കാം എന്ന് വിചാരിച്ചിട്ടൊരു കാട്ടിൽ പോയി അദ്ദേഹം കുറച്ച് കാലത്തേക്ക് സമാധാനം ആഗ്രഹിച്ച് കാട്ടിൽ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു കേവ് കണ്ടു. കേവ് എന്ന് പറയുമ്പോൾ ഗുഹയിൽ ആൾ എന്താ പറയുക, സമാധാനത്തിലിരിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഗുഹയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് നോട്ട് ചെയ്യാണ്, അവിടെ ഒരു ചിലന്തി, ഒരു സ്പൈഡർ ഇങ്ങനെ കൂട് കൂട്ടുന്നതായിട്ടാണ്, വെബ് ഓക്കെ. അപ്പോൾ കൂട് കൂട്ടുന്നതായിട്ട് അദ്ദേഹത്തിന് കാണുകയും, അപ്പോൾ കുറേ തവണ ഈ സ്പൈഡർ ശ്രമിക്കുന്നുണ്ട് കൂട് വയ്ക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ വല എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പൊട്ടിപ്പോവാണ്. എന്നാലും ആ സ്പൈഡർ എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. എന്നാലും പിന്നെയും ആ വല പിന്നെയും ആ സ്പൈഡർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ 8ാമത്തെ പ്രാവശ്യം ഫെയിലായി. പക്ഷെ എന്നാലും സ്പൈഡർ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ലാസ്റ്റ് സക്സീഡ് ചെയ്യാണ്. അപ്പോൾ ആ സക്സസ്സിലെത്തിയപ്പോൾ വിജയിച്ചു. ആ വല ആ സ്പൈഡർ ഉണ്ടാക്കി. അപ്പോൾ അത് കണ്ടപ്പോൾ രാജാവിന് തോന്നി, ഈ ചെറിയൊരു സ്പൈഡറിന് ഇത്രയധികം നേരം ട്രൈ ചെയ്ത് ഇങ്ങനെ ആ വല ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെപ്പോലൊരാൾക്ക് എൻ്റെ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുക? അപ്പോൾ അത് നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു മോട്ടിവേഷനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ശ്രമിച്ചു. കുറേ ഇങ്ങനെ ട്രൈ ചെയ്ത് അദ്ദേഹത്തിൻ്റെ രാജ്യം അവസാനം അദ്ദേഹം രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അത് നമ്മൾ നടത്തിയെടുക്കണമെങ്കിൽ നമ്മൾ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ട്രൈ ചെയ്ത് നമുക്ക് അവസാനം സക്സസ് ആവണ വരെ നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ ട്രൈ അൺടിൽ യു ആർ സക്സസ്. നമ്മൾ വിജയിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, സക്സസ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു സ്റ്റോറി ഒരു മോട്ടിവേഷൻ ആവട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക, ഒരു എയിം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ സക്സസ്സിലേക്ക് എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ നന്നായി സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.